ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അൽഫാം എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ളതാണ്. നമുക്ക് അതിനായിട്ട് ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, 4 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആരോടൊന്നും വല്ല ദേഷ്യമുള്ള ആളൊരു മുഖം മനസ്സിലോർക്കുക, ഒരു ചെറിയ അമ്മിക്കുട്ടി എടുക്കുക, നമ്മൾ ചിക്കനാണ് നിരത്തി വെക്കുക, 4 ഇടി ഇടിക്കുക. അങ്ങനെ നമ്മൾ 4 പീസ് നല്ല ഇടിച്ച് പരത്തി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും അയാളോടൊരു ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ ഒരു ഫോർക്ക് എടുക്കുക, വീണ്ടും കുത്തിക്കൂടുക. കണ്ടോ, അങ്ങനെ നല്ല വൃത്തിയിൽ കുത്തി എല്ലാ ചിക്കനും നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിന് വേണ്ട കാന്താരിയും കുരുമുളകും, ചെറുനാരങ്ങ, കുറച്ച് ചെറിയുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, മല്ലിച്ചപ്പും പുതിനയില, അതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉപ്പും കൂട്ടി, ഒരുപാട് മസാല ഇല്ല കേട്ടോ. മുളക് പൊടി ലേശം എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, അതൊക്കെ കൂട്ടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കാന്താരിയും കുരുമുളകാണ് ഇതിൽ ഹൈലൈറ്റായിട്ട് കൊടുക്കുന്നത്. നമുക്കതിന് അതിലൊക്കെ കൂടി നോക്കിയിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളെ ചാനലെല്ലാവരും കയറി ഒന്ന് കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഉപ്പ് ഇട്ടിട്ടാണ് അരക്കുന്നത്. അരച്ചെടുത്ത ആ പേസ്റ്റ് നമുക്ക് ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കി വെച്ച നമ്മളെ ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ 4 പീസിൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം. അൽഫാമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം, കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിലേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് നമ്മൾ വീട്ടിൽ നല്ല വെന്ത് കിട്ടും. അതിനുശേഷം 4 പീസ് ഞാൻ മസാല തേച്ച് വെച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങ മുറിച്ച് വെച്ച് പകുതി എടുത്തിട്ടുണ്ട്, പകുതി നമുക്കിനി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ സമയം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. ഞാനിത് പുറത്ത് തന്നെയാണ് വെച്ചത്. അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ എടുക്കുക. നമ്മൾ ഗ്രില്ലൊക്കെ തയ്യാറാക്കിയിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ പുരട്ടി വെക്കാം. നമുക്ക് പുറത്ത് ആണ് ചിരട്ടയാണ് കത്തിക്കുന്നത്. അടിയിൽ ഓട് വെച്ച് കൊടുത്തിട്ട് ഓട് പാകി വെച്ചിട്ട് ചിരട്ട കത്തിക്കുകയാണെങ്കിൽ കൂടുതൽ പുകയൊന്നും വരില്ല. അപ്പം നമുക്കത് എല്ലാം ഒന്ന് കത്തിച്ച് കനലായി വരുമ്പോഴത്തേക്കിന് നമ്മൾ കക്കിരിക്ക എടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് വെക്കാം, ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ പൊറോട്ടയാണ്, പൊറോട്ട കൊണ്ടുവരാൻ മോനോട് പറഞ്ഞിട്ടുണ്ട്. സമയം ഒരുപാടായി, അവൻ എത്തിയിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ നമുക്ക് പൊരിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഈ 2 പീസ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു മറിച്ചും വെച്ചുകൊണ്ടിരിക്കണം കനലിൽ. അതിനിടയിൽ നമുക്ക് ഒലിവ് ഓയിൽ ഇങ്ങനെ കുറേശ്ശെ പുരട്ടി കൊടുക്കാം. ഒലിവ് ഓയിൽ പുരട്ടിയാൽ നമുക്ക് ശരീരത്തിന് വലിയ ദോഷം വരുമില്ല. അങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ കനലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുറം വെച്ച് വീശി കൊടുക്കുക ചെയ്ത കേട്ടോ. നല്ല രാത്രി 10-11:30 മണി 12 മണിയാകാനായി സമയം. അങ്ങനെ നമ്മൾ 2 പീസും ആയിട്ടുണ്ട്. അതിനിടയിൽ 7 മണിക്ക് പൊറോട്ട വാങ്ങിക്കാൻ പോയ എൻ്റെ മോൻ 12 മണി സമയമാകുമ്പോൾ വരുന്നുണ്ട്. അങ്ങനെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടുള്ള പൊറോട്ടയാണ് കേട്ടോ. അങ്ങനെ പൊറോട്ടയായി നമ്മൾ അൽഫാമും പൊറോട്ടയും കുക്കുംബറും ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പിടുത്തം പിടിക്കാം. ഇനി ലാസ്റ്റ് പീസ് അതും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പീസും ആവി പറക്കുന്ന അൽഫാം, അത് നമ്മൾ ലാസ്റ്റ് പീസും അതുപോലെ ആയിട്ടുണ്ട്. അതും കൂടി നമുക്കതിലേക്കിടാം. അങ്ങനെ നമ്മൾ അൽഫാമും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, വലിയ പണിയൊന്നുമില്ല കേട്ടോ. കടയിൽ പോയിട്ട് കാശ് കൊടുക്കുന്നതിനെക്കാട്ടും നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല ഇത് നമുക്ക് കഴിക്കാം. കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച്, പകുതി ചെറുനാരങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്തൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സംഭവം നല്ല സൂപ്പറാണ്. നല്ല ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ട് നല്ലോണം വെന്തും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ മക്കളൊക്കെ കഴിക്കാൻ പോവുകയാണ്. ഇനി നമ്മളെ മക്കളോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണോ എന്നുള്ളത്. അവരും കൂടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മക്കൾ പറഞ്ഞിരിക്കുന്നത് സംഭവം സൂപ്പർ എന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ, ബൈ.